Hi everyone, welcome back to Mathsero. It's me Vidya. So today we're going to talk about chapter 6, biology and technology. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഓടിച്ച് പറഞ്ഞു പോവാണ്. അപ്പൊ ഇഫ് യു പ്രിഫർ ദ വലിയ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ബയോളജി ആൻഡ് ബയോടെക്നോളജി. ബയോളജി പ്ലസ് ടെക്നോളജി. ബയോളജിക്ക് ടെക്നോളജി ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? അതായത് ബയോ മീൻസ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയാം. ബയോടെക്നോളജി ഈസ് ദ ടെക്നോളജി ഓഫ് യൂസിങ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് എന്ത് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് എ ടെക്നോളജി ഫോർ ക്രിയേറ്റിംഗ് ഡിസൈർഡ് ട്രേറ്റ്സ് ഇൻ ഓർഗാനിസം ബൈ കമ്പൈനിങ് ഓർ ഡിലീറ്റിംഗ് ജീൻസ്. ഒരു ഓർഗാനിസത്തിന്റെ ജീൻസിനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനും, ഇഷ്ടമുള്ള ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അല്ലെ, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതിന് നമുക്ക് യൂസ് ചെയ്യുന്നു, വേണ്ടാത്തതിനെ നമുക്ക് കളയാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് എന്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസൈഡ് ട്രേറ്റ്സ് ഇൻ ഓർഗാനിസം ബൈ കമ്പൈനിങ് ഓർ ഡിലീറ്റിംഗ് ജീൻസ്. ഓക്കെ, അതിൽ റീകോമിനന്റ് DNA ടെക്നോളജി എന്താന്ന് പറയുന്നത്? റീകോമിനന്റ് DNA ടെക്നോളജി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻസ് DNA സെഗ്മെന്റ്സ് ഫ്രം 2 or more ഡിഫറെന്റ് ഓർഗാനിസം ടു ഫോം റീകോമിനന്റ് DNA. രണ്ടിൽ കൂടുതൽ ഓർഗാനിസത്തിന്റെ ജീന് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റീകോമിനന്റ് DNA നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഒരു ഓർഗൻ. ഇതിൽ വേണ്ട ഇത് നല്ലൊരു ഈസി നോട്ടായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോട്ട് നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് റീകോമൻഡ് ചെയ്യുന്ന ടെക്നോളജിക്ക് വേണ്ട സാധനം ഒന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. എന്താണ് അത്? നമ്മൾ ജനറ്റിക് സിസേഴ്സ് 1 മാർക്ക് ചോദിക്കും. ജനറ്റിക് സിസേഴ്സ് എന്ന് പറയാം. ദാറ്റ് കട്ട് എ സ്പെസിഫിക് ജീനെ നമ്മൾ എന്താ വെച്ചാൽ മുറിച്ച് കളഞ്ഞിട്ട് വേണ്ടതിന് എടുത്ത് ഒട്ടിച്ച് വെക്കുന്ന പരിപാടിയാണ്. അതിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ജനറ്റിക് സിസർ എന്ന് പറയുന്നു. ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ലിഗേസ് എൻസൈം. അത് നമ്മൾ ജനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നു. DNA സെഗ്മെന്റ് ജോയിൻ ചെയ്യാൻ. പിന്നെ ഒരു വെക്ടർ വേണം. ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയൊരു വെക്ടർ വേണം. അത് നമുക്ക് പ്ലാസ്മിഡ്സ് ആവാം, വൈറസസ് ഒക്കെ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ക്യാരീസ് ജീൻ ആൻഡ് ഹോസ്റ്റ് സെൽ ഇൻ ടു വിച്ച് ദ റീകോമിനന്റ് DNA is inserted. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. കണ്ടോ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മൾ ഹ്യൂമൻ DNA നമ്മൾ ഒരു റീകോമിനന്റ് DNA നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ വെക്ടർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്ത ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് ആണ്. ഇത് കണ്ടോ, ഇതിനെ പ്ലാസ്മിഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ടോ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി ആ ഭാഗത്തേക്ക് നമ്മൾ ഹ്യൂമന്റെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള DNA ആഡ് ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്ലാസ്മിഡ് വിത്ത് ഇൻകോർപ്പറേറ്റഡ് ഹ്യൂമൻ ജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ഹോസ്റ്റ് സെൽ. നമുക്ക് ഏത് ഹോസ്റ്റ് ആണ്, ആരിലാണോ ഈ സ്വഭാവം ഉണ്ടാക്കേണ്ടത് അയാൾക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ആ സെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആസ് ദ ഇൻസർട്ടഡ് ജീൻസ് ബിക്കം ആക്റ്റീവ് ഇൻ ദ സെൽ ദ ഡിസൈഡ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. ഈ ജീന് ഈ സെല്ലിൽ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അതായത് നമുക്ക് റീകോമൻഡ് ചെയ്യുന്ന ടെക്നോളജി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ കുറെ പാല് തരുന്ന പാല് തരാനായിട്ട് പശുക്കൾ ഉണ്ടാവും. മുട്ടയിടുന്ന കോഴി, ഇല്ലേ, മുട്ടക്കോഴി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ കോഴികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബയോടെക്നോളജി വഴി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരുടെ ജീനിൽ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഈ 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ലിഗേസ്, വെക്ടർ, ഈ സാധനം നോട്ട്സ് നിങ്ങൾ നന്നായി പ്രിഫർ ചെയ്യുക, നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വൺ ക്രിസ്പർ ടെക്നോളജി. ഈ ചിത്രം ഇങ്ങനെ തന്നിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്നത് വാസ് ഡിസൈൻഡ് ഫ്രം എ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ബാക്ടീരിയ യൂസ് ടു ഡിഫെൻഡ് വരും. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്പർ കാസ്9 ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ അസുഖങ്ങള്, സിക്കിൾ സെൽ അനീമിയ പോലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ക്യൂർ ചെയ്യുന്ന സെന്റേഴ്സ് ഒക്കെ ഉണ്ട് ഡൽഹിയിലൊക്കെ. അപ്പൊ അസുഖങ്ങൾ മാറ്റാനൊക്കെ പറ്റുന്ന ഒരു ടെക്നോളജി. അത് ഇപ്പൊ സിക്കിൾ സെൽ അനീമിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് ജനറ്റിക് ഡിസോർഡർ ആണ്, ജീനിലുള്ള ഡിസോർഡർ ആണ്. അത് നമുക്ക് വേണ്ട ജീനെ കട്ട് ചെയ്ത് മാറ്റി ആവശ്യമില്ലെന്ന് ഇട്ടാ അസുഖം മാറും അല്ലെ. ആ ടെക്നോളജിയാണ് ഇത്. അങ്ങനത്തെ അസുഖങ്ങൾ മാറ്റാൻ പറ്റിയ സാധനമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ സംഭവം മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞു. അതില് ഇവിടെ നമുക്ക് വേണ്ട 3 ആൾക്കാരാണ് ഇവിടെ ഈ കാണുന്നത്. ഒന്ന് ടാർഗറ്റ് DNA വേണം. ആർക്കാണോ പ്രശ്നമുള്ളത് അയാളെ കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ ഒരു ഗൈഡ് RNA. ആ ടാർഗറ്റ് DNA പ്രശ്നമുള്ള ആളെ കണ്ടുപിടിച്ച് തരുന്ന ആളാണ് gRNA അഥവാ ഗൈഡ് RNA. പിന്നെ ഒരു Cas9 ഉണ്ട്. Cas9 കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് Cas9. ക്രിസ്പർ Cas9 ടെക്നോളജിയിൽ Cas9 കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ്.
ഗൈഡ് RNA കണ്ടോ? ഗൈഡ് RNA നമുക്ക് ആളെ കണ്ടുപിടിച്ചിരും. പ്രിസൈസ്ലി ഐഡന്റിഫൈസ് ദ DNA സെഗ്മെന്റ് ദാറ്റ് നീഡ് ടു ബി കട്ട്. Cas9 എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? എഡിറ്റിംഗ് ആണ്. ദ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് ഇൻ DNA is edited so as to make changes in the characteristic. ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിൽ മാറ്റണമെങ്കിൽ നമ്മൾ അതിന്റെ DNA സീക്വൻസ് മാറ്റും. Through that, the unwanted characters can be removed and new characters can be added. വേണ്ടാത്ത ക്യാരക്ടർ ഇപ്പൊ ഞാൻ എന്നൊരാൾ ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ ക്യാരക്ടറും എന്താണ്? ഒരു DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു സാധനം കട്ട് ചെയ്തെടുത്ത് മാറ്റിയാല് സംഭവമില്ല. ഇപ്പൊ നമ്മൾ ഈ മറ്റേ ഇപ്പൊ മാർവൽ മൂവീസിലൊക്കെ നമ്മൾ ഈ മറ്റേ സൂപ്പർ ഹീറോസിനൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ടെക്നോളജി ഒക്കെ പടം യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ അത് റിയൽ ലൈഫിൽ പോസിബിൾ അല്ല. തിയോററ്റിക്കലി യെസ്, പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അങ്ങനത്തെ കാര്യത്തില്. സംഭവം ചാപ്റ്റർ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ബയോടെക്നോളജി അല്ലെങ്കിൽ ക്രിസ്പർ ടെക്നോളജി ഒക്കെ പറഞ്ഞാൽ നമ്മളെ ജീനിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതാണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇങ്ങനെ ജനറ്റിക്കലി നമ്മൾ ഓർഗാനിസംസിനെ മോഡിഫൈ ചെയ്തെടുക്കാം. പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസം ആയിക്കോട്ടെ, അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഓൾട്ടർ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയാം. ഇവിടുത്തെ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് ഇൻ നേച്ചർ ബൈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ എവിടെയോ കണ്ടപ്പോ ആഡ് ചെയ്ത് വെച്ചതാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം നമ്മളെ നേച്ചറിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരും, അതിന് ആൻസർ ഇവിടെ തന്നെ ഇതന്നെ ആൻസർ ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഇതൊക്കെ കണ്ടോ? ഇപ്പൊ കണ്ടോ? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ഉണ്ടാക്കാം. കോട്ടൺ, BT കോട്ടൺ. പെസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കോട്ടൺ. അപ്പൊ പെസ്റ്റ് അതിന്റെ ഒരു ജീൻ എടുത്തിട്ട് പെസ്റ്റ് വരാതിരിക്കാനുള്ള രീതിക്ക് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്തെടുത്തു. അതൊക്കെയാണ് അതിന്റെ ഈ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാട്ടോ. ജസ്റ്റ് പോയിന്റ് ആക്കി എഴുതാം. പിന്നെ വീഡിസൈഡ് റെസിസ്റ്റന്റ് സോയാബീൻ, ന്യൂട്രിയന്റ് എൻറിച്ച്ഡ് ഗോൾഡൻ റൈസ്, വൈറസ് റെസിസ്റ്റന്റ് ഇപ്പൊ RSP പപ്പായ, വൈറസ് വരാത്ത റൈസ് ഉണ്ടോ? ന്യൂട്രിയൻസ് ഉള്ള റൈസ്. നമുക്കൊക്കെ പ്രോട്ടീൻ ഉള്ള റൈസ് ഒക്കെ കിട്ടിയാൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഇപ്പൊ ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പൊട്ട എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാം. നാച്ചുറലി ഉള്ള സാധനങ്ങൾ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട്. അപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കുക. ആനിമൽസിന് എക്സാമ്പിൾ ഉണ്ട്. സാമൺ ഫിഷ്, ഗ്ലോ ഫിഷ്. ആ ഗ്ലോ ഫിഷ് ഫ്ലൂറസെൻസ് ആണ്. ലൈറ്റില് തിളങ്ങുന്ന ഫ്ലൂറസെൻസിൽ ഡാർക്കിൽ തിളങ്ങുന്നതാണ് ഫിഷ്, ഗ്ലോ ഫിഷ്. പിന്നെ മൈക്രോ ഓർഗാനിസംസ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ. റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് ഹ്യൂമൻ ജീനോം പ്രോജക്ട്. ആ ടെക്സ്റ്റിൽ ഇങ്ങനെ പരത്തി കൊടുത്തുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ ഞാൻ ഓർഗനൈസ്. എന്റെ ശരീരത്തിലെ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലും ആണ് ജീനോം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ ഒരാളുടെ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് 300 crore DNA ബേസ് പെയറാണ്. ബേസ് പെയർ നമ്മൾ പഠിച്ച ടൈമിംഗ്, ഗുവാനിസൈറ്റോസിൻ, അങ്ങനെ 300 കോടി പെയറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ജീൻസ് കൺട്രോൾ അവർ ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മുടെ ക്യാരക്ടർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. HGP ഹ്യൂമൻ ജീനോം പ്രോജക്ട്. അതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. 1990 മുതൽ 2003 വരെയാണ് ഈ പ്രോജക്റ്റ് 2003 വരെയാണ് ഈ പ്രോജക്റ്റ് നടന്നിട്ടുള്ളത്. ഓക്കെ. അതിന്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓൾ ഇൻഫർമേഷൻ. ഹ്യൂമൻ DNAയിലുള്ള എല്ലാ ഇൻഫർമേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജീൻ മാപ്പിംഗ് ഒക്കെ യൂസ് ചെയ്ത് ഓരോന്നിനും കണ്ടുപിടിച്ച് ചെയ്തു. ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഏകദേശം 300 കോടി ബേസ് പെയർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ 20,000 to 25,000 ജീൻസ് ഉണ്ട്. നമുക്ക് 300 കോടി ബേസ് പെയറിൽ, DNA ബേസ് പെയറിൽ 20,000 to 25,000 ജീൻസ് ഉണ്ട്. അതിൽ 1 to 2% മാത്രമേ ഫംഗ്ഷനിലുള്ളൂ. എന്തല്ലേ? ഇത്രയും സാധനം ഉണ്ടായിട്ട് 1 മുതൽ 2% മാത്രമേ ഫംഗ്ഷനിലുള്ളൂ. അതിലാകെ ബാക്കിയുള്ളതൊക്കെ, ബാക്കി 92% എന്താണ്? നോൺ ഫംഗ്ഷനൽ ആണ്. അവരെ നമ്മള് ജങ്ക് DNA എന്ന് വിളിക്കും. ജങ്ക് ഫുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ജങ്ക് DNA. അത്രയാണ് HGP. നോട്ട് വളരെ യൂസ്ഫുൾ ആണ് പഠിക്കാൻ. അപ്പൊ നോട്ട് ഈ പ്രസന്റേഷൻ നോക്കി പഠിച്ചാലും മതി. അടുത്തത് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഡിസീസ് ബൈ റിമൂവിംഗ് ഡിഫക്റ്റീവ് ജീൻസ്. ആവശ്യമില്ലാത്ത ജീൻസിനെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഓരോ അസുഖങ്ങൾ മാറ്റുന്നതാണ് ജീൻ തെറാപ്പി. അതിന് എക്സാമ്പിൾ ആണ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി. ക്യൂർ സിക്കിൾ സെൽ അനീമിയ മാറ്റാൻ കൊണ്ടുവന്ന ജീൻ തെറാപ്പി. അതിന് നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയും. സ്റ്റെം സെൽസ് നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്താ? സ്റ്റെം സെൽസ് എന്നാണ് ടോട്ടിപോട്ടന്റ് എന്ന് പറയും. സ്റ്റെം സെൽസ് എന്നാണ് എല്ലാ ടൈപ്പ് ടിഷ്യൂസും ഓർഗൻസും ഫോം ചെയ്യാൻ പറ്റും. പല ടൈപ്പ് സെൽസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പം
ഇവിടെ എന്താ വെച്ചാൽ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് സ്റ്റെം സെൽസ്. അവരെ നമ്മൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ആക്റ്റീവ് ജീൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ സ്റ്റെം സെൽ യൂസിങ്. നമ്മൾ വൈറസും വെക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ജീനിനെ ആഡ് ചെയ്യുന്നു. സ്റ്റെം സെൽ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദ ജീൻസ് ആർ ഇൻജെക്റ്റഡ് ടു പേഷ്യന്റ്. എന്നിട്ട് അത് പേഷ്യന്റിലേക്ക് ഇൻജെക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സിക്കിൾ സെൽ അനീമിയ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അസുഖമാണ് അവർക്ക്. മറ്റേ ബ്ലഡ് RBC സിക്കിൾ ഷേപ്പ് ആവുന്നതാണല്ലോ. അപ്പൊ നമ്മള് അവരുടെ സ്റ്റെം സെല്ലാണ് ബ്ലഡ് ഉണ്ടാക്കുന്ന ആള്. അപ്പൊ സ്റ്റെം സെല്ലിനെ എടുത്തിട്ട് അവിടെ നമ്മള് ഈ ടെക്നോളജി അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജി ചെയ്തിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് കയറ്റും. അപ്പൊ പിന്നെ ഉണ്ടാവുന്നതൊക്കെ റൗണ്ട് ഷേപ്പിലായിരിക്കും. അതാണ് ജീൻ തെറാപ്പി. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ DNA ഫിംഗർ പ്രിന്റിങ്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡന്റിഫൈ ഒരു പേഴ്സണെ DNA യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ഇത് പഠിക്കുന്നത്. എന്താണ്? നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് പോലെ തന്നെ ഓരോരുത്തരും ഫിംഗർ പ്രിന്റ് ഓരോ പോലെ. ഫോണിലൊക്കെ അല്ലെ മറ്റൊരാളത് വെച്ച് നമുക്ക് കയറാൻ പറ്റില്ല. അതേപോലെ നമ്മളെ DNA പാറ്റേണും വ്യത്യാസമാണ്. 300 കോടിയും പലതും പല പോലെയാണെന്നാണ് പറയുന്നത്. യൂസസ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. കൾപ്രിറ്റ്സ് അഥവാ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഹെറിഡിറ്ററി ഡിസീസസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ പാരന്റ്സും ഓഫ് സ്പ്രിങ്സിനെയും കുറിച്ച് റിലേഷൻ, ഇപ്പൊ അച്ഛൻ ആരാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പാരന്റ്സിന് ഇപ്പൊ സ്വന്തം പാരന്റ് ആണ് അല്ലെങ്കിൽ കുട്ടീനെ നഷ്ടപ്പെട്ടൊക്കെ പോയ കുട്ടീനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യാം. ഫോസിൽസിന്റെ ലീനിയേജ്, ആ ഫോസിൽസ് ആരെ ആൻസിസ്റ്റർ സ്ട്രോക്ക് എന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡന്റ്, ഡിസാസ്റ്ററിൽ ഉണ്ടാവുന്ന ഇപ്പൊ ഈ നമ്മുടെ ഈ കവളപ്പാറ ഈ സംഭവമൊക്കെ നടന്നപ്പം, ഈ മറ്റേ ലാൻഡ് സ്ലൈഡ് ഒക്കെ നടന്നപ്പോ ആൾക്കാരെ കയ്യും ചെറിയ ചെറിയ മുഖമൊന്നും തലേന്നില്ലാതെ ആൾക്കാരൊക്കെ കിട്ടി. അവരൊക്കെ നമ്മൾക്ക് ഈ ടെക്നോളജി വഴിയൊക്കെ എന്ത് ചെയ്യാം, ആളാരാന്ന് കണ്ടുപിടിക്കുക. റിലേറ്റീവ്സിന്റെ ഒക്കെ DNA ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്തിട്ട്. കാരണം റിലേറ്റീവ്സിന്റെ തൊട്ട് ഇപ്പൊ അച്ഛന്റെയും മകളെയും DNA തമ്മിൽ ചില ഭാഗത്തിലൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാൻ ചാൻസ് ഉള്ള സ്പീഷീസ് നമുക്ക് ട്രാക്ക് ചെയ്യാം, വൈൽഡ് ആനിമൽസ്. പിന്നെ നമ്മൾ പറയുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്ട്. ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്ട് എന്ന് പറയുന്നത് 2007 ലോഞ്ച് ചെയ്തത്. USA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് കൊണ്ടുവന്നത്. എയിം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, ആ മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കാനാണ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ് വന്നാൽ ഹ്യൂമൻസിൽ എന്തുണ്ട്? ഹ്യൂമൻ ഹാസ് ബോത്ത് ഹ്യൂമൻ സെൽസ് ആൻഡ് മൈക്രോബ്സ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട സാധനമാണ് ഈ മൈക്രോബ്സ്. നമുക്ക് നല്ല മൈക്രോബ്സ് ആവശ്യമാണ്. ഓക്കെ, ഇത് ഡിസീസ് കോസിങ് മൈക്രോബ്സും ഉണ്ട്, അല്ലാത്തുണ്ട്. ഡിസീസ് എന്ന് പറയുന്നത് മൈക്രോബ് പാത്തോജൻസ് മാത്രമല്ല, മൈക്രോബും ഉണ്ടാക്കും. അതായത് ഡിസീസ് കോസിങ് ആയ മൈക്രോബും ഉണ്ട്, ഡിസീസ് കോസിങ് അല്ലാത്ത മൈക്രോബും ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കും. പിന്നെ പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന് കൊണ്ടുവരാൻ സഹായിക്കും. പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ഓരോരുത്തർക്കും ഒരേ ഡോസ് മെഡിസിൻ എല്ലാവർക്കും വർക്കാണെന്നില്ല. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോബ്സിനെ കുറിച്ചും ഓരോ മൈക്രോബ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാക്കാൻ അപ്പൊ അത് സഹായിക്കും. ഓക്കെ, ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്ട്. പിന്നെ ബയോളജി ആൻഡ് AI ഉണ്ട്. ലാസ്റ്റ് ഒരു ഷോർട്ട് ടോപ്പിക് ആണ്. പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ബയോളജിയിൽ യൂസ് ചെയ്യാം. ബയോളജി AIയും ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് ബ്രാഞ്ച് അല്ല, അവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. AI യൂസ് ചെയ്തിട്ട് നമുക്ക് അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. പേഴ്സണലൈസ്ഡ് മെഡിസിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കാം. ജീനോം സീക്വൻസിങ്, ഇംപ്രൂവിംഗ് അഗ്രികൾച്ചർ, പൊല്യൂഷൻ, ബയോ ഇൻഫർമാറ്റിക്സ്, ഇതൊക്കെ AI. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ സെറ്റ് ആണ്. അതില് ഒരുപാട് ബയോളജിക്കൽ ഡേറ്റാസ് നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ AIയും ബയോളജിയും തമ്മിൽ ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും കൂടുതലായിട്ട്. ഇതൊക്കെ എന്താണ്? ബയോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആണ്. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോളജിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഈ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂമറിക്കൽ ഇത് ഞാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടതാണിത്. വാട്ട് ആർ ന്യൂമറസ് ബയോളജിക്കൽ ടെക്നീക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു ഹെൽപ്പ് കൺസർവ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ എക്കോസിസ്റ്റത്തിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ ടെക്നിക്കുകൾ. ഒന്ന് വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസർ. കാട്ടിലൊക്കെ നമ്മൾ സെൻസർ വെച്ചാൽ വൈൽഡ് ലൈഫ് ഓർഗാനിസംസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആനിമൽസിന്റെ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ചില ആനിമൽസിന്റെ ശരീരത്തിലൊക്കെ സെൻസർ വെച്ച് കഴിഞ്ഞാൽ അവരതിലൂടെ പോണു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ സെൻസർ ഉണ്ട്. ക്രയോ പ്രിസർവേഷൻ ഉണ്ട്. പിന്നെ ബയോ റെമഡിയേഷനും ഉണ്ട്. ഇതൊക്കെ എന്താണ് ഇതിന് സഹായിക്കുന്നതാണ്. ഇപ്പൊ ക്രയോ പ്രിസർവേഷൻ പറഞ്ഞാൽ നമ്മള് നമ്മുടെ മനുഷ്യന്മാരുടെ എഗ്ഗൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പൊ എനിക്കിപ്പോ കുട്ടി വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ എഗ്ഗ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്
എനിക്ക് എന്ന് കുട്ടി വേണം തീരുമാനിക്കണം അന്ന് ആ എഗ് എടുക്കാം. അപ്പൊ എഗ്ഗിന്റെ ഈ പ്രായം നമ്മൾ പ്രായം കൂടുന്നതോറും എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. അങ്ങനെ എഗ്ഗ് പ്രിസർവ് ചെയ്യാം. പിന്നെ സ്പേമക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്ന പുരുഷന്മാർക്ക് നമ്മൾ അവരുടെ ഇത് എടുത്ത് മാറ്റേണ്ടി വരും, സ്ക്രോട്ടൊക്കെ. അപ്പൊ അവർക്ക് പിന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്പേമൊക്കെ ക്രയോ പ്രിസർവ് ചെയ്യാം, ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്യാം. ഇതൊക്കെ എന്താണ് ബയോളജിക്കൽ ടെക്നിക്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ചാപ്റ്റർ ആണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് എഴുതുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായാലും എഴുതുന്നുള്ള രീതിക്ക് പഠിക്കും. ഇത്ര ഓർത്താൽ മതി തന്നെ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ നമ്മളെ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. So that's it. Bye.